ഹലോ, ഞാൻ തന്നെ. ഒന്നും മാറിയിട്ടില്ല, ജസ്റ്റ് മുടിയുടെ ഹെയർ സ്റ്റൈലൊന്നും മാറിയിട്ടേ ഉള്ളൂ. ഒരു എൻ്റെ ഒരു കൊളീഗ് എന്നോട് ചോദിച്ചതാണ്, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, നമ്മൾ ഈ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരെ എങ്ങനെ നേരിടും? ഈസി അല്ലേ? പണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ലോകം മൊത്തം ഒരു നെഗറ്റിവിറ്റി കൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയും ഇപ്പോൾ കാലം എങ്ങോട്ടായി പോകുന്നത് മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി ആണല്ലോ എന്നൊക്കെ. ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ബോഡി ഷേമിങ് നടത്തിയാലോ റേസിസം ആണെങ്കിലോ ആൾക്കാർ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും അല്ലേ? പെട്ടെന്ന് പിക്ക് ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിൽക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അബ്യൂസോ അങ്ങനെ പകൽ വെളിച്ചത്തിൽ ആരും അനുവദിക്കാറില്ല. അപ്പം അതുപോലെ തന്നെ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അധികം അങ്ങോട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോ ഒന്നും അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരാറില്ല. പക്ഷേ എങ്കിലും ചില ആൾക്കാരുണ്ട് ഭയങ്കര നെഗറ്റിവിറ്റി, ടോക്സിസിറ്റി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന്, ജസ്റ്റ് ഇഗ്നോർ ദം. ഇഗ്നോർ, IGNORE. ഇങ്ങനെ അങ്ങ് പറയാം, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. IGNORE. തമാശയ്ക്ക് പറയുന്നെങ്കിലും ശരിയാണ്. ടോക്സിക് ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ പിന്നെ സഹിക്കും. ഇതിപ്പോൾ ഒരു 10-15 പേര് ഒന്നും അല്ലെങ്കിലും ആ ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരാളും കൂടെ അല്ലെങ്കിൽ 2 പേരും കൂടെ, അത് ശരി ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, ചിലപ്പോൾ പല സമയത്തായിരിക്കും അറ്റാക്ക് ചെയ്യണേ നമ്മളെ ഒരു കോമാളിയായിട്ടൊരു ബഫൂണാക്കി കണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നവരുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ പറയാം ഒരു കാര്യം പറയാനുള്ളൂ, അവരെ വിജയിക്കാൻ അനുവദിക്കരുത്. അവരേതാണ്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ച് അങ്ങോട്ട് കളയുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ കരയിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും അവർ ഇവിടെ ചെയ്തിയും പ്രവൃത്തികളും വർത്തമാനങ്ങളും എല്ലാം ചിന്തകളും എല്ലാം. പക്ഷെ അവരെ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ നമ്മളെ തന്നെ നശിപ്പിക്കും. എപ്പോഴും നമ്മുടെ മനസാക്ഷിയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കൂടെ നമ്മൾ നിന്നില്ല പിന്നെ ആരാ നിൽക്കുക അല്ലേ? എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.